അത് ചെയ്തത് ശരിയല്ല ചെയ്യാൻ. സോ അത് എന്റെ കുറ്റമല്ല. 1 വീക്ക് ആയിട്ട് നോ കോണ്ടാക്ട്. ഞാൻ ഐസായിട്ട് ജോന്റെ അടുത്ത് ഉമ്മ ചോദിച്ചു, അതേപോലെ തന്നെ ഇരിക്കായിരുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ സമയം കിട്ടുന്നത് ട്രാവലിംഗിൽ. ജോനെ കിസ് ചെയ്തു. ജോ അധികാരത്തോടെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല, പാർക്ക് വന്നിട്ടുണ്ട്. സോ ഇച്ചാൻ എൻ്റെ അടുത്ത് 1 വീക്ക് ആയിട്ട് സംസാരിച്ചില്ല ഗൈസ്. നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, ടൈം തരണമായിരുന്നു. ടൈം തരണം, അതെനിക്ക് പറയാനുള്ളൂ. ഇതിനൊരു അവസാനമില്ലേന്ന്. ഇതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ പാർട്ട് 1 പാർട്ട് 2 കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. Hi guys, welcome to our new vlog. This is me Jomi and നിർമ്മൽ. ഗൈസ്, അപ്പം നിങ്ങൾ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരുന്ന നമ്മുടെ പാർട്ട് 3 ലവ് സ്റ്റോറി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു. അതെ, ഒരു ലോങ് ബ്രേക്കിന് ശേഷമാണ് നമ്മൾ പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്യുന്നത്. എല്ലാവരും, ഒരുപാട് ആളുകൾ നമ്മുടെ ലവ് സ്റ്റോറി കേൾക്കാൻ വേണ്ടി ഇഷ്ടത്തോടെ കമൻറ്റ് സെക്ഷനിലും നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇൻബോക്സിൽ വരെ മെസ്സേജ് ചെയ്യാറുണ്ട്, ലവ് സ്റ്റോറി പാർട്ട് 3 എന്തെന്ന്. അപ്പം എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഇന്നത് പാർട്ട് 3 റിവീൽ ചെയ്യാൻ പോവാണ്. സംശയം ഉണ്ടാവും നിങ്ങൾക്ക്, ഇതിനൊരു അവസാനമില്ലേന്ന്. അവസാനമൊക്കെ ഉണ്ട് ഗൈസ്, അവസാനം ഉള്ളതുകൊണ്ടാണല്ലോ ഞങ്ങൾ കല്യാണം കഴിച്ചത്. പക്ഷേ നമ്മളത് അങ്ങോട്ട് ഒരു ഒറ്റടികൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഫീൽ ഉണ്ടാവില്ല. ഞങ്ങൾക്കും ഒരു എന്താ പറയുക, ഇത് ഞങ്ങൾ പാർട്ട് 1 പാർട്ട് 2 കുറേ വട്ടം കണ്ടു. അപ്പോൾ ഇത്ര നന്നായിട്ട് ഞങ്ങൾ സ്നേഹിച്ചിരുന്നോ എന്നൊരു ഫീലൊക്കെ. ഞാൻ ഇത്ര നല്ലപോലെ സ്നേഹിച്ചിട്ടുണ്ടോന്ന് ഞാൻ അത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഓക്കെ, പാർട്ട് സ്റ്റാർട്ട് ചെയ്യാം. ശരി. അപ്പോൾ നമ്മൾ പാർട്ട് 2 എവിടെ വെച്ചാൽ സ്റ്റോപ്പ് ചെയ്തേക്കണേന്ന് അറിയണ്ടേ? ഈ ചെയ്യാൻ പറയും. സ്റ്റോപ്പ് ചെയ്തേക്കണത് പൂഞ്ചിറ അല്ലട്ടെ ഗൈസ്, എവിടെയാണ്? നെല്ലിയാമ്പതിയിലാണ് നമ്മൾ പാർട്ട് 2 സ്റ്റോപ്പ് ചെയ്തത്. അവിടെ വെച്ച് ജോന് ചെറിയൊരു സ്പാർക്ക് വന്നിട്ടുണ്ട് എന്നോട്. എനിക്ക് ചൈന ഇഷ്ടമാണെന്ന് തോന്നി തുടങ്ങി ഗൈസ്. പാർട്ട് 1 പാർട്ട് 2 കണ്ടാല് പാർട്ട് 3 കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് ആ ഒരു ഫീലിൽ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പാർട്ട് 3 നിങ്ങൾക്ക് ആർക്കൊന്നും മനസ്സിലാവില്ല ഗൈസ്. അതായത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ പാർട്ട് 1 പാർട്ട് 2 കണ്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പാർട്ട് 3യിലേക്ക് പോകാം. നെല്ലിയാമ്പതിയിൽ നിന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. ഇങ്ങനെ പോണ സമയത്തൊക്കെ ഉണ്ടല്ലോ ഗൈസ്, ബൈക്കിൽ നമ്മൾ ഡ്യൂക്കിനാണ് പോണത്. ചേന ആ സമയത്ത് ഡ്യൂക്ക് ഉണ്ട്. അപ്പോൾ ഡ്യൂക്കിൽ നമ്മൾ വീട്ടിലേക്ക് പോണ വഴിക്ക് എനിക്ക് ഈ ചേന ഒന്നിങ്ങനെ ഷോർട്ടിലൊക്കെ പിടിക്കണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇത്. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടമാണ്. അതിന് ഫ്രണ്ട് ആയതുകൊണ്ട് എന്തൊക്കെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. കാരണം പോയ പോലെയല്ല, തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഈ ചേന ഭയങ്കര ഒരു ഇഷ്ടം. ഈ ചേന ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയി എന്നൊരു ഫീൽ എനിക്ക് എന്തായാലും. സ്ട്രേഞ്ചറിൽ നിന്നും ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്ന രീതിയിലുള്ള ഒരു ഇഷ്ടമാണോ, എനിക്ക് ശരിക്കും ഇഷ്ടമാണോ എന്ന് അറിയില്ല. ഒരു നല്ലൊരു പോസിറ്റീവ് ഫീൽ എനിക്ക് തോന്നി. അപ്പോൾ സോ വീട്ടിൽ ചെന്നിട്ടാണെങ്കിൽ എനിക്കൊരു മിസ്സിങ് ഫീൽ. ചേനോട് കുറച്ച് നേരം കൂടെ സംസാരിച്ചെങ്കിൽ നല്ല ഉണ്ടായിരുന്നു. ഒന്ന് ടെക്സ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ച് നേരം ചേനോട് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഇഷ്ടം കൂടി വന്നു. കാരണം ഒട്ടും ഇഷ്ടമില്ലാത്ത പേഴ്സൺ ആയിരുന്നു. എനിക്ക് മെസ്സേജും കൊളൊക്കെ വരുമ്പോൾ ദേഷ്യം വരുന്ന പേഴ്സൺ പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നപ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ഒന്നാണ്. എക്സാക്ട്ലി. ഞാനും വളരെ ഹാപ്പി ആയിരുന്നു ആ കാര്യത്തിൽ. കാരണം എന്താ, എനിക്കും ജോയുടെ ആസ് പെരുമാറ്റത്തിൽ നിന്ന് പെട്ടെന്ന് മനസ്സിലായി ജോന് എന്തൊക്കെയോ എന്നോട് ചെറിയൊരു ഇഷ്ടം ഉണ്ടെന്നുള്ള കാര്യം. അന്നത്തെ ദിവസം നമ്മൾ മുട്ടയും കോളിങ്ങും കുറേ നേരം സംസാരിച്ചൊരു ദിവസമായിരുന്നു നെല്ലിയാമ്പതിയിൽ നിന്ന് വന്നിട്ടുള്ള നൈറ്റ്. നമ്മൾ അന്നത്തെ ദിവസം അങ്ങനെ ചാറ്റൊക്കെ ചെയ്ത് പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോഴത്തേക്കും കഥ ഫുൾ മാറി. കാരണം ജോ എൻ്റെ അടുത്ത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു. ഇഷ്ടമല്ലെന്നല്ല, അങ്ങനെ എടുത്തിട്ടടിക്കല്ലേ. ഇഷ്ടമല്ലെന്നല്ല കൈസ് പറഞ്ഞത്. രാത്രി നമ്മൾ കുറേ നേരം സംസാരിച്ചു. കാരണം ഒരു ട്രിപ്പ് പോയി ചാനിവിടെയൊക്കെ വന്ന് എനിക്ക് ഇഷ്ടമൊക്കെ വന്നൊരു ഫീലിൽ നമ്മൾ നൈറ്റ് കുറേ നേരം സംസാരിച്ചു. കാരണം ഞാനൊരു 1 ഡിപ്രഷനിൽ ഇരുന്നൊരു പേഴ്സൺ ആയിരുന്നു. പെട്ടെന്നാണ് ഈ ചേൻ വന്നപ്പോഴാണ് എൻ്റെ ഒരു ലൈഫിൽ എനിക്കൊരു കുഞ്ഞൊരു, അത് ഒരുപാട് പാട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു തെറിപ്പിക്കണില്ല. അപ്പോൾ ഡിപ്രഷനൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഒരു കുറച്ച് നാളുകൾക്ക് ശേഷം എനിക്കൊരു ഹാപ്പി ഫീൽ ഉണ്ടായത്. എനിക്ക് കുറച്ച് തുറന്ന് സംസാരിക്കാനൊക്കെ തോന്നിയത് ആ സമയത്ത് ആയതുകൊണ്ട് ഞാൻ കുറേ നേരം ഇച്ചാണ്ട് സംസാരിക്കാം. ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നുണ്ട്, ആ സമയത്ത് ഇച്ചാണ്ട് ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഇഷ്ടമാണോ, ഈവൻ അതൊരു ലവ് ആണോ എന്നൊന്നും എനിക്ക് പോലും പേഴ്സണലി മനസ്സിലായിട്ടുണ്ടായില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഇച്ചാൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞ ഇഷ്ടമെന്ന നല്ല രീതിയിൽ ഇങ്ങനെ ഞാൻ ചോദിക്കുമ്പോഴത്തേക്കും ആ ഇഷ്ടമാന്നുള്ള രീതിയിലാണ് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് എന്റെ മനസ്സിൽ ഒരു കൺഫേം ഒരു ലവ് ആണെന്നും ഇച്ചനെ കല്യാണം കഴിക്കണമെന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ അതേട്ട് ഞാൻ പറഞ്ഞു വീട്ടിലൊക്കെ അമ്മിച്ചെടുത്ത് പറഞ്ഞു, അമ്മിച്ചെല്ലാം പറഞ്ഞു, അമ്മിച്ചെടുത്ത് ഞാൻ പറഞ്ഞു. അമ്മിച്ചെടുത്ത് പറയണ കാര്യം എന്നോട് പറഞ്ഞിട്ടില്ല ഗൈസ്. അമ്മിച്ചെടുത്ത് നിന്റെ അടുത്ത് പറഞ്ഞിട്ടല്ലല്ലോ പറയണത്. അത് ഇഷ്ടം നമ്മളോട് സംസാരിച്ച് ഒരു ഇഷ്ടമൊക്കെ തോന്നിയിട്ടില്ലേ നമ്മള് വീട്ടിൽ സംസാരിക്കണം. ചാടി കയറി പോയി വീട്ടിൽ സംസാരിക്കാൻ അത് ചെയ്തത് ശരിയല്ല ഇച്ചായൻ. സോ അത് എന്റെ കുറ്റമല്ല, ഇച്ചായന്റെ മാത്രം കുറ്റമാണ്. പറയട്ടെ. അപ്പൊ ഞാൻ അങ്ങനെ ജോന്റെ അടുത്ത് എനിക്ക് മനസ്സിലായി ജോന് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം. അത് എന്ത് ഇഷ്ടമെന്ന് ഇപ്പൊ ജോ വ്യാഖ്യാനിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല. ടൈം തരണം അതെനിക്ക് പറയാനുള്ളൂ. എന്താണ് ഇപ്പൊ 2 വെച്ചിങ്ങളായില്ലേ. അപ്പൊ അങ്ങനെ ഞാൻ അമ്മിച്ചത് തന്നെ ജോ ഞാൻ അമ്മിച്ചത് പറഞ്ഞ് എനിക്ക് മനസ്സിലായി ഇഷ്ടമെന്ന് മനസ്സിലായപ്പോൾ ജോന് ഇല്ല എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമില്ല, എനിക്ക് അങ്ങനെ കാണാൻ പറ്റൂല, അങ്ങനെയൊന്നും കാണാൻ പറ്റൂല,
നമുക്ക് ഫ്രണ്ട്സ് ആയിട്ടിരിക്കടാ ആ ഒരു സീനായിരുന്നു അടിച്ചത്. വായില്ല നീ വളച്ചടിക്കുന്നു. ഞാൻ പറയട്ടെ, മോർണിംഗ് എണീറ്റപ്പോ ഇച്ചാനോട് ഇച്ചാൻ പറഞ്ഞു, ഞാൻ വീട്ടിലെല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, അമ്മച്ചിയുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ നീ എന്തിനാ അമ്മച്ചിയുടെ അടുത്തൊക്കെ പറയാൻ പോയി ഞാൻ ചോദിച്ചു. ഞാൻ അങ്ങനെ ഒരു ഇഷ്ടമല്ല, എനിക്ക് ഇച്ചാൻ ഇഷ്ടമാണെന്നേ പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ ഒരു മാരേജ് ചെയ്യണമെന്നോ ലവ് അതൊന്നും അല്ല എന്ന് പറഞ്ഞു. ലിവിങ് ടുഗദർ ഉദ്ദേശിച്ച ലിവിങ് ടുഗദർ എന്നല്ല, എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കണ്ടു. എന്തുകൊണ്ടാണ് ബോയ്സ് ഒരു ഗേൾസ് കുറച്ച് അറ്റാച്ച്ഡ് ആകുമ്പോഴത്തേന് അത് ലവ് ആണെന്ന് മാരേജ് ആണെന്ന് കൺസിഡർ ചെയ്യണത്? ഇഷ്ടം എന്ന് പറയണതിന് ഒരു നല്ലൊരു അല്ലേ, ഒരു സ്നേഹം എന്ന് പറയണതിന് ഒരു മാരേജിൽ എത്തിച്ചേരണമെന്നില്ല, ഒരു ലവിൽ എത്തിച്ചേരണമെന്നില്ല. സ്നേഹം എന്ന് പറയുന്നത് എല്ലായിടത്തും എല്ലാ റിലേഷൻഷിപ്പിലുള്ളതാണ്. അപ്പൊ ഒരു ഫ്രണ്ട് ആയിട്ട് കാണാം, ഓൾറെഡി പ്രപ്പോസ്ഡ് ആണ്, അത് ഓക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ എനിക്കും കൂടെ തോന്നണ്ടേ ആ ലവ്, ഇച്ചാനോട് സ്നേഹം, ഒരു റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്യാനും ഒരു മാരേജിൽ എത്തിക്കാനും എനിക്കും കൂടെ തോന്നാണ്ട് പെട്ടെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നിയിട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞില്ല. ഇച്ചാൻ പക്ഷെ തെറ്റിദ്ധരിച്ചു വീട്ടിലൊക്കെ പറഞ്ഞ സീനായി, അത്രേ ഉള്ളൂ, വേറെ സീനൊന്നും ഉണ്ടായില്ല. ഇച്ചാന് പക്ഷെ ഞാനത് പറഞ്ഞത് ഇച്ചാന്റെ തെറ്റിദ്ധാരണയാണ്. ഇച്ചാൻ അറിഞ്ഞിട്ട് പോലും. അതിന് കാരണം എന്താണെന്നറിയോ ഗൈസ്? കാരണം എന്താണെന്ന് വെച്ചാല് ഞാൻ ജോനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ് ആയി തനിക്കാണ്ട് എനിക്ക് താല്പര്യമില്ലെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ജോനൊരു ഇഷ്ടം എന്നുള്ളത് പിന്നെ ഫ്രണ്ട് എന്നുള്ള രീതിയിലല്ലല്ലോ ഞാൻ മനസ്സിലാക്കേണ്ടത്. ഇച്ചാന്റെ ഇഷ്ടത്തിനനുസരിച്ചല്ലല്ലോ ഞാൻ മൂവ് ചെയ്യണത്. ഞാനൊരു വേറെ പേഴ്സൺ അല്ലേ. സോ എനിക്ക് ചിലപ്പോൾ ഒരു റിലേഷൻ ആവണം, ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് വേണം, അത് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ റിലേഷനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തായാലും റിലേഷനിൽ കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടായില്ല ആ സമയത്ത്. സോ ഞാൻ ഇച്ചാൻ്റെ അടുത്ത് മോർണിംഗ് തന്നെ പറഞ്ഞു, ഇച്ചായ എനിക്ക് ഇച്ചാനോട് ഒരു ഫ്രണ്ട് എന്ന രീതിയിൽ ഇഷ്ടം, അങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. സോ ഇച്ചാൻ എൻ്റെ അടുത്ത് 1 വീക്കായിട്ട് സംസാരിച്ചില്ല ഗൈസ്. സംസാരിച്ചതിൽ പിന്നെ ഫ്രണ്ടായിട്ട് ഇരിക്കാനാണ് എനിക്ക് 100ഓളം പേരുണ്ടായിരുന്നു അന്നേരം. അപ്പൊ സോ ഇത് ഗുഡ്, അത് നല്ല ഫ്രണ്ട് ആയിരുന്നു, ശരിക്കും ഇഷ്ടമുണ്ടായിരുന്നു. അപ്പൊ എന്നോട് നിങ്ങളൊന്ന് ആലോചിച്ചു, ഇച്ചാ ഫ്രണ്ടാ ഇച്ചാൻ എന്നോട് ശരിക്കും ഇഷ്ടമാണെങ്കിലും. ഇല്ല ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പൊ ജോ പറഞ്ഞത് 100ഓളം ഫ്രണ്ട്സ് ഉണ്ടായപ്പോഴത്തേക്കും ശരിക്കും നമ്മളെ ഇഷ്ടമായിരുന്നോ എന്ന് ചോദിച്ചു. കാരണം ജോനെ എനിക്ക് ഫ്രണ്ടായിട്ട് കാണാണ്ട് പറ്റൂല, അതുകൊണ്ട് ഞാൻ എന്ത് ഫ്രണ്ട് ലിസ്റ്റിൽ നിന്ന് മാറ്റി അങ്ങ് നിർത്തി. എനിക്ക് വേറെ ഫ്രണ്ട് ലിസ്റ്റ് ഉണ്ടല്ല. അപ്പൊ പിന്നെ ഇഷ്ടമാണെന്നാണെങ്കിൽ ഞാൻ ചേർത്ത് മേടിച്ചാണ്. പിന്നെ ഞാൻ കൂടുതൽ സംസാരിക്കുമ്പോൾ അത് എനിക്ക് തന്നെയാണ് ഡിസ്റ്റർബ് ആവുന്നത്. വേറെ ഒന്നല്ല, ഇച്ചാൻ ഭയങ്കര മിസ്സിംഗ് ഫീലൊക്കെ ഒന്ന് സങ്കടം വരും. ഇച്ചാൻ ഫ്രണ്ടായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ പ്രസൻസ് ഇച്ചാൻ സങ്കടം വരുന്ന ഇച്ചാൻ എന്നോട് സംസാരിക്കാതായി 1 വീക്കോളം. അതാണ് സത്യസന്ധ. അപ്പൊ റിയൽ ലവ് ആണ്. എനിക്ക് മറ്റേ മൈഗ്രെയിൻ ടാബ്ലറ്റ്സ് ഞാൻ കഴിക്കുന്നുണ്ടായിരുന്നു. സോ ഈവൻ ഇച്ചാനോട് സംസാരിക്കാതായിരുന്നിട്ട് പോലും ഇച്ചാൻ എൻ്റെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് മോർണിംഗോ ഈവനിങ്ങോ ടൈമിൽ എൻ്റെ അടുത്ത് ടാബ്ലറ്റ്സ് കഴിച്ചു. അതിന് റിപ്ലൈ തരും, പക്ഷെ ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കൂല. കഴിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും റെസ്പോണ്ട് ചെയ്യില്ല. സോ എൻ്റെ സിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്നോട് ഇത്രയും കരുതലുള്ള വേറൊരു ഫ്രണ്ടോ ഇപ്പൊ ഇവൻ ഞങ്ങൾ പോലും നിന്നോട് ഇങ്ങനെ കറക്റ്റ് സമയത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, ശരിയാണല്ലോ, എന്നോട് ഇത്ര ഇഷ്ടമാണ്, സത്യസന്ധമായിട്ടുള്ള ഇഷ്ടമാണ്. പക്ഷെ എന്നോട് സംസാരിക്കാതെ 1 വീക്കോളം സംസാരിക്കാതെ ആയപ്പോൾ എനിക്ക് ഭയങ്കര മിസ്സിംഗ് ഫീൽ ആയി തുടങ്ങി. എനിക്കൊരു സങ്കടം വന്നു. കാരണം ഇവൻ ഞാൻ നൈറ്റ് ഓൺലൈനിൽ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഓൺലൈനിൽ കാണുന്നു, പക്ഷെ എന്നോട് മിണ്ടാടില്ല. ഞാൻ ഹായ് അയച്ചിട്ട് എനിക്ക് റെസ്പോണ്ട് ചെയ്യണില്ല അല്ലേ. ലാസ്റ്റ് ഞാൻ പറഞ്ഞ ആരുടെ മിണ്ടിക്കൊണ്ടിരിക്കണേന്ന് അങ്ങനെ എന്തോ ചോദിച്ചു. ജോ അധികാരത്തോടെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. രാത്രി എൻ്റെ അടുത്ത് ചോദിച്ച് ആരോടെ സംസാരിച്ചുകൊണ്ടിരിക്കണേ, ഞാൻ മെസ്സേജ് റിപ്ലൈ തന്നെ ഇല്ല എന്നുള്ള രീതിയിൽ ഒരു അധികാരത്തോടെ ചോദിക്കും. അതായത് ഞങ്ങളുടെ തമ്മിലൊരു ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും നമുക്കൊരു എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷനിൽ കറക്റ്റ് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യണേ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഞങ്ങൾക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ ഞാൻ ചേനോട് ചോദിച്ചു ആരോടെ സംസാരിക്കണമെന്ന് വെച്ചാൽ. അങ്ങനെ ഞങ്ങൾ ചോദിക്കാത്തവരായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ ചോദിച്ചപ്പോൾ ഈ ചേനൻ്റെ അടുത്ത് എന്താ പറഞ്ഞാ, അല്ല അപ്പോഴും മിണ്ടില്ല, കീപ് ഞാൻ ഹായ് അയച്ചോണ്ടിരുന്നു. ചേന എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ. അപ്പൊ ഞാൻ ഉറങ്ങാൻ പോവാണെന്നാ ചേൻ്റെ ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ടിരിക്കണേന്ന് എന്തോ പറഞ്ഞു. അപ്പൊ എനിക്ക് പ്രഷർ അടിച്ചു കയറി പ്രാന്തായിട്ട് ഞാൻ ഫോൺ എടുത്ത് മാറ്റി വെച്ചിട്ട് എനിക്കാണെങ്കിൽ ഉറക്കമേ വരില്ല. ഞാൻ അങ്ങോട്ട് തിന്നടക്കും ഇങ്ങോട്ട് തിന്നടക്കും. ഇച്ചാൻ എന്നാലും ആരോടെ സംസാരിച്ചിട്ടുണ്ടെന്നാ എന്നോട് ഇച്ചാൻ സംസാരിച്ചോണ്ടിരിക്കണത്. ലൈക്ക് അങ്ങനെ ഭയങ്കര ദേഷ്യം പൊസസീവ്നെസ് ഒക്കെ എനിക്കുണ്ട്. അപ്പൊ ഞാൻ എന്നോട് തന്നെ ചോദിക്കാൻ തുടങ്ങി എനിക്ക് എന്താണ് സംഭവിക്കണത് എനിക്ക് മനസ്സിലായി. അപ്പൊ എനിക്ക് തോന്നി, എനിക്കിഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് ഇച്ചാൻ്റെ അടുത്ത് അല്ലേ. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ജോ പറഞ്ഞ് എനിക്ക് നാളെ കാണണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനന്ന് ഫോക്സാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ജോ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് പറ്റില്ല, എനിക്ക് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ജോ എന്തായാലും എനിക്ക് കണ്ടേ പറ്റുള്ളൂ, ഞാൻ അവിടെ വരും എന്ന് പറഞ്ഞു. കണ്ടേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അവിടെ വരും. നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സ്പോട്ടായിരുന്നു പനമ്പള്ളി സ്പോട്ട് അല്ലേ, അവിടെ നമ്മൾ കാണണം, ഞാൻ അവിടെ വരും എന്ന് പറഞ്ഞു. അപ്പൊ വന്നിട്ട് അങ്ങനെ വരാന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ട് നമ്മള് ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ വന്നിട്ട് അത് പോണേ. അങ്ങനെ പ്ലാൻ എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഇച്ചാൻ എന്നെ ഇലവിഴ പൂഞ്ചിറയിലേക്കാണ്. ഇലവിഴ പൂഞ്ചിറ ഇത് ഫേമസ് പ്ലേസ് ആണ്. ഇപ്പൊ മൂവിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. പക്ഷെ നമ്മൾ പോയിട്ടാണ് അവന് മൂവി ഇറക്കിയത്. അപ്പൊ നമ്മൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ചെയ്യാൻ വന്നപ്പോ ഞങ്ങൾ ഫോട്ടോ ഒന്നും എടുക്കണ്ട സമ്മതിക്കില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്
ജോ അറിയാണ്ട് പക്ഷെ ഫോട്ടോസ് ഒക്കെ എടുക്കുമായിരുന്നു. ഇവൻ ഞാനിങ്ങനെ കൊക്കയിലേക്ക് പോണേണ് നടന്ന്, അപ്പൊ ഇച്ചാൻ ഇങ്ങനെ പുറകെ പിടിച്ചിട്ട് കൈയുടെ ഫോട്ടോ എടുക്കുക. അത് ഇന്നായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ചവിട്ടിയിട്ടാണ്. ഇങ്ങനെ ഒറ്റ ചവിട്ട്. നമ്മളെ ഇലവിഴ പൂഞ്ചിറയിൽ പോയി കുറച്ചു നേരം സംസാരിച്ചു. തിരിച്ചു പോന്നു. കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ സമയം കിട്ടുന്നത് ട്രാവലിംഗിലാണ്. എളിച്ചായ നമ്മൾ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മിണ്ടില്ല, അതാണ് വേറെ ടെസ്റ്റ്. പക്ഷെ ആ സംസാരിക്കാതിരിക്കുന്നത് നമുക്ക് നമ്മൾ പരസ്പരം അങ്ങ് അടുത്തടുത്ത് ഇരിക്കുന്നതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഹാപ്പി മൊമെന്റ്. ഞാൻ ജസ്റ്റ് പോകുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ചാൻ്റെ കൂടെ അത്രയും നേരം ഇരുന്നത് എനിക്കൊരു ഹാപ്പി പ്ലേസ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. അതായിരുന്നു എനിക്ക് എൻ്റെ അടുത്ത് ഒരു ഇഷ്ടമായി മാറി തുടങ്ങിയത്. അപ്പൊ നമ്മൾ ഇലവിഴ പൂഞ്ചിറയിൽ പോയിട്ട് തിരിച്ചു വന്നു. ഞാൻ ഐസായിട്ട് ജോന്റെ അടുത്ത് ഉമ്മ ചോദിച്ചു. രാത്രി എന്റെ അടുത്ത് ഉമ്മ ചോദിച്ചേക്കണേ. അപ്പൊ ജോ ആരാ മുടിക്ക് ജോ പറഞ്ഞ് ഫോണിലൂടെ തരൂലെന്ന് പറഞ്ഞു. അത് എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞാണ് നൈസായിട്ട് ഫോണിലൂടെ തരൂലെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇത് പണിയാണ് വീണ്ടും അടുത്ത് എന്തെങ്കിലും തരൂലെന്ന് പറഞ്ഞാൽ വഴക്കിട്ട് കളയും. അത് ഞാൻ വഴക്കിട്ട് പോയി കളയും. അപ്പൊ എനിക്ക് സങ്കടം വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഫോണിൽ കൂടെ തരൂല, വേണമെങ്കിൽ നേരിട്ട് കാണുമ്പോൾ തരാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും ഇലവിഴ പൂഞ്ചിറയിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യണേണ്. എന്തിനു വേണ്ടി? ഇച്ചാന് ഉമ്മ കൊടുക്കാൻ വേണ്ടിട്ട്. ഉമ്മ ചോദിച്ച് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇലവിഴ പൂഞ്ചിറ എത്തിയല്ലോ. എത്തിയായിരുന്നോ? അമ്മ ചോദിച്ചിട്ട് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് വീണ്ടും അഗൈൻ ഇലവിഴ പൂഞ്ചിറയിലേക്ക് തന്നെ പോകണമായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അനുകൂലമായ സാഹചര്യങ്ങളായിരുന്നു. കാരണം എന്താ, അവിടെ ആരും ഇല്ലാന്. അവിടെ ആരും ഇല്ലെങ്കിൽ ചനെന്താ ഉമ്മക്കനല്ലേ പോയത്, കാഴ്ചാണാനാ പോയത്. അത് പറ്റിച്ചോണ്ട് പോയത്. പോണ ഏകദേശം ഇലവിഴ പൂഞ്ചിറയൊക്കെ എത്തി തുടങ്ങാറായപ്പോ നല്ല മഴ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ മഴ ഗൈസ്. നല്ല ഇടിവെട്ട് മഴയാണ്. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട് മറ്റേ മൂവിയിൽ ഓം ശാന്തി ഓശാന്റെ മൂവി കേട്ടിട്ടുണ്ട്, കുന്നിന്റെ ഒക്കെ തന്നെ ആദ്യം മഴ പെയ്യണത്. സത്യമാണ് ഞാൻ അന്ന് മനസ്സിലാക്കി ഗൈസ്. കാരണം ഇങ്ങനെ പോണ സമയത്ത് മഴ ഉണ്ടെങ്കിൽ പോലും ഏറ്റവും ഹയസ്റ്റ് പീക്കിൽ ഇലവിഴ പൂഞ്ചിറ ഒരു കുന്നിന്റെ മുകളിലാണ്. ആ മൂവി കണ്ടവർക്ക് അറിയാൻ പറ്റും. ആ പീക്കിൽ എത്തിയപ്പോഴുണ്ടല്ലോ നല്ല ഇടിവെട്ടും നല്ല മഴയും. അവിടുത്തെ ഏറ്റവും വലിയ ഡേഞ്ചറസ് കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ഇടിമിന്നലാണ്. ഞങ്ങൾക്കത് അറിയില്ല, ഞങ്ങൾക്ക് അറിയാനേ പാടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവിടെ ആരും ഉണ്ടാവാൻ ഇരുന്നത്. കാരണം ആ മഴ ഇടിവെട്ടുള്ളതുകൊണ്ടാണ് ആരും അവിടെ ഉണ്ടാവാതിരുന്നത്. ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ഏറ്റവും പൊക്കത്തെത്തിയപ്പോ നല്ല ഇടിവെട്ട്. അല്ല അങ്ങനെ ഇടിവെട്ട് ഉണ്ട്, പക്ഷെ ഞങ്ങൾക്ക് ആരും ആക്കുന്നില്ല. അല്ല നല്ല ഇടിവെട്ടെന്ന് വെച്ചാൽ നമുക്ക് ഇടിവെട്ട് കാണാം, ഇടിവെട്ട് ലൈക്ക് അങ്ങനെ ഇടിവെട്ടാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ജോന പറഞ്ഞ് നൈസായിട്ട് ജോന ഇങ്ങനെ പിടിച്ച് നല്ല മഴയാണല്ലോ അങ്ങനെ പിടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിടിച്ച് അങ്ങനെ കൊണ്ടുപിടിച്ചതൊക്കെ പറയില്ലേ, എന്റെ കൈകളിൽ ഇച്ചായ സ്പർശിച്ചു. അത് ഇങ്ങനെ ഷോൾഡർ കൈയിട്ടു, തെറ്റിരിക്കരുത്. അങ്ങനെ അതിനപ്പോഴത്തേക്കും ഞാൻ ചോദിച്ചു ഉമ്മ തരാന്നല്ലേ പറഞ്ഞപ്പോഴത്തേക്കും ജോ അപ്പോഴിങ്ങനെ വഴുതാന്ന് നോക്കി. ഞാൻ അപ്പൊക്കത്ത് പോകാം, ഏറ്റവും പൊക്കത്ത് പോകാന്ന് എന്നാ വാന്ന് പറഞ്ഞിട്ട് ഏറ്റവും പൊക്കത്തിട്ട് ടെൻഷനായിട്ട് എനിക്ക് എന്തൊന്നും തലവേദന. തിരിച്ചിറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മള് നിന്നോണ്ടല്ലേ കിസ് ചെയ്ത നിന്നിട്ട് ജോനെ കിസ് ചെയ്തു, പിടിച്ച് നിർത്തി കിസ് ചെയ്തു, അങ്ങനെ പറയാം. കിസ് ചെയ്തപ്പോഴത്തേക്കും നമ്മൾക്ക് ഇത് നേരത്തെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലല്ലോ. എൻ്റെ ഇവിടെ ഒരു ഉടുക്കത്തെ ഇടിവെട്ട് പറ്റി. അത് ചൂടൊക്കെ ഫീൽ ചെയ്ത് കുറച്ചൊരു 10 സെന്റിമീറ്റർ ഇങ്ങാന്ന് ഇങ്ങേച്ചെങ്കിൽ അതേപോലെ തന്നെ ഇരിക്കായിരുന്നു. ആ ഇടിവെട്ടിലായിരിക്കണം എന്റെ ഫോൺ ഫോൺ അടിച്ചു. പക്ഷെ അന്ന് ഞങ്ങൾ മനസ്സിലാക്കിയില്ല ഫോൺ അടിച്ചു പോയ കാര്യം. ഇടിവെട്ടി വന്നപ്പോ തന്നെ പേടിയായി. കാരണം ചൂട്, അതായത് നല്ല മഴയുള്ള സമയത്ത് ഇടിവെട്ട് വെട്ടിയിട്ട് ചൂട് വന്നപ്പോഴത്തേക്കും ഞാനും ജോയും കൂടി ജോനെ ഞാൻ വലിച്ചു. ജോനെ അപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാൻ പോവാൻ ജോനെ വലിച്ചിറക്കി. നമ്മൾ അന്നത്തെ ദിവസം പോന്നു. എങ്ങോട്ട് പോകുന്നു? വീട്ടിലോട്ട് പോകുന്നു. നമ്മള് വീട്ടിൽ പോണ സമയത്ത് നമ്മള് ഒരു ഹോട്ടലിൽ ഇറങ്ങിയിട്ട് വിശക്കണം എന്ന് പറഞ്ഞ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഞാൻ എന്റെ ഫോൺ നോക്കണത്. ആ സമയത്ത് നോക്കണ സമയത്ത് എന്റെ ഫോൺ ഓഫ്. അപ്പൊ ഞാൻ എന്റെ ചോദിച്ചാൽ ഫോൺ ഓഫ് ആയി പോയി. നമ്മൾ തോന്നിച്ചായ പിടിച്ചിട്ട് കുത്തിട്ട് ഞാൻ വിളിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞാൽ. പക്ഷെ ഇച്ചാനും എനിക്ക് അറിയത്തില്ലായിരുന്നു എന്റെ ഫോൺ അടിച്ചു പോയെന്ന്. വീട്ടിൽ പോയിട്ട് ഇച്ചാനും ഫോൺ വിളിക്കാന്ന് വെച്ചിട്ട് ഫോൺ ചാർജറിലൊക്കെ കുത്തിയിട്ട് ഫോൺ വർക്ക് ചെയ്യണമെന്നില്ല. സോ ഇച്ചാൻ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചിട്ടുണ്ടാവണം. ഞാൻ തിരിച്ച് വിളിക്കാനും പോയില്ല, വേറെ ഫോണിൽ നിന്ന് സിമ്മിട്ട് 1 വീക്കോളം ഞാൻ ഇങ്ങനെ ഫോണും വിളിച്ചില്ല. ഇച്ചാൻ ടെൻഷൻ അടിച്ച് എന്ത് ഇഷ്ടായി, കംപ്ലീറ്റ് ഇഷ്ടായി ഇച്ചാനോട്. ആ ലവ് ആയി സ്റ്റാർട്ട് ചെയ്യും. ഞങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങാണെന്ന രീതിയിൽ ഇരിക്കുന്ന സമയത്താണ് ഫോൺ അടിച്ചത്. 1 വീക്കായിട്ട് നോ കോണ്ടാക്ട്. അപ്പൊ ഞാൻ ഇത് ഇങ്ങോട്ട് പോയി നോക്കുന്നത് ജോന്റെ വീട് പറയാൻ വേണ്ടി പറയല്ല. പക്ഷെ ഞാൻ
നേരത്തെ ജോൻ്റെ അടുത്ത് വീട് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ജോ ഏകദേശം വഴിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വഴിയൊക്കെ ഫുൾ തെറ്റായിരുന്നു. ആ വഴിയിലെല്ലാം ജോയുടെ വീട്. തപ്പി നടക്കണേ ആ വഴിയൊക്കെ തപ്പി നടക്കണായിരുന്നു. അങ്ങനെ ഒരു തപ്പി എന്താണ് നെക്സ്റ്റ് പാർട്ടി കാണാം ഗൈസ്. നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങിയത് അവിടെ വെച്ചിട്ടാണ്, ഇലവിഴ പൂഞ്ചർ വെച്ചിട്ടാണ് സ്നേഹിക്കാൻ തുടങ്ങിയത്. ചുമ്മാ ഒരു ഉമ്മയെ കൊടുത്തിട്ട് ബൈ ബൈ പറയാൻ വേണ്ടി നിന്നേച്ചവരല്ല. നെക്സ്റ്റ് പാർട്ട് എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കാം. ഒരുപാട് കഥകൾ, ഇനിയും കുറെ കഥകളുണ്ട്. സോ എന്താണ് സംഭവിച്ചത് ആ 1 വീക്ക് എന്നുള്ളത് എല്ലാവർക്കും ഒരു ക്യൂരിയസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഒട്ടും ലേറ്റ് ആവാണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് പാർട്ട് ഇറക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. And then bye. Hi guys.